നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതായത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നാവിൽ നിന്ന് വരില്ല എന്ന്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്. എന്താണ് ഈ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഹിന്ദുത്വ രാഷ്ട്രീയം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ കള്ളികളാക്കി തിരിച്ച് രാജ്യത്തെ പൗരത്വത്തിൽ നിന്ന് പോലും പുറന്തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ, അതായത് കോൺഗ്രസ്, അധികാരത്തിൽ വന്നാൽ ആ നിയമം നടപ്പാക്കില്ല എന്ന് പറയാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ലെന്ന്. ഇന്ന് ബി.ജെ.പി. വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറയേണ്ട മിനിമം കാര്യം ഞങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന്. കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ കാര്യമാണ് ഈ പറയുന്നത്. രാജ്യത്തെ പൗരന്മാർ ആരായിരിക്കണം എന്നതിന് മതം മാനദണ്ഡമാകുന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മൗനമാണ്. 48 പേജുകളിലായി കിടക്കുന്ന ന്യായ് പത്രികയിൽ ഒരു വാക്ക് പോലും CAA-യെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മൗനം, കടുത്ത മൗനം. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ 17 ഭാഷകൾ അറിയാമായിരുന്നിട്ടും പ്രധാനമന്ത്രി നരസിംഹറാവു പുലർത്തിയ അതേ മൗനം. പകരം കോൺഗ്രസിന് അത്യാവശ്യമായ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂറുമാറുന്നവരെ തൽക്ഷണം അയോഗ്യരാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ച് CAA-യെക്കാളും ഏറെ അത്യാവശ്യമായുള്ള കാര്യം തന്നെയാണിത്. ദിവസം 2-3 വച്ച് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഏത് വിധേനയും അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അതിന് ഇതല്ലാതെ വേറെ വഴിയുമില്ല. സ്ഥിരം ഭാവി പ്രധാനമന്ത്രിക്ക് ഒന്ന് ലോക്സഭ കാണണമെങ്കിൽ വയനാട്ടിലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണം. പക്ഷേ തങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെന്ന് വടക്കോട്ട് ചെന്ന് പറയാനും പറ്റില്ല. CAA-യെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയുമില്ല. ഇവർക്കാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അടങ്ങുന്ന പാർട്ടികൾ സ്വന്തം കൊടി കക്ഷത്തിൽ തിരികെ വെള്ളം കോരുന്നത് എന്നുള്ളത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി LDF MP-മാർ ലോക്സഭയിലേക്ക് പോകണം എന്നതിൻ്റെ ഉത്തരമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് നിസ്സംശയം പറയാം.